ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കുന്നത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു കുക്കറിൽ കുറച്ച് നെയ്യും ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ അതുപോലെ തന്നെ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഒന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 2 വിസിൽ വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലുള്ള പ്രഷറൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിൽ വെള്ളം തീരെ പാടില്ല കേട്ടോ.
നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് വേണ്ടത്. അപ്പോൾ അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള 4 മുട്ട മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ആ മുട്ടയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മസാലയൊക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ വേണം കേട്ടോ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അതൊന്ന് ദമ്മിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റിൻ്റെ ശേഷം നമ്മുടെ എഗ്ഗ് ബിരിയാണി ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു റൈസാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ.